ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഫലമറിയാനുള്ള കാത്തിരിപ്പാണ്. ഈ ഇടവേളയിൽ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും സമയം കൊല്ലുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് 3 സീറ്റുകൾ ജയിക്കുമെന്നാണ് CPI വിലയിരുത്തുന്നത്. തൃശ്ശൂരും മാവേലിക്കരയിലും ജയം ഉറപ്പാണ്. ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്നാണ് CPI വിലയിരുത്തുന്നത്. LDFന് മൊത്തത്തിൽ 12 സീറ്റ് കിട്ടുമെന്നാണ് CPI കണക്കുകൂട്ടുന്നത്. തൃശ്ശൂരിൽ VS സുനിൽകുമാറാണ് CPI സ്ഥാനാർത്ഥി. തൃശ്ശൂരിൽ ജനകീയനാണ് സുനിൽകുമാർ. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനായ സ്ഥാനാർത്ഥി K മുരളീധരനാണ് UDF സ്ഥാനാർത്ഥി. സുരേഷ് ഗോപിയാണ് BJP സ്ഥാനാർത്ഥി. കേരളത്തിൽ ശരിക്കും ത്രികോണ മത്സരം നടന്ന മണ്ഡലം. രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കേരളത്തിൽ ത്രികോണ മത്സരം നടന്ന ഏക മണ്ഡലം എന്ന് വിശേഷിപ്പിച്ചത് തൃശ്ശൂരിനെയാണ്. അതുതന്നെയാണ് മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃശ്ശൂരിൽ വോട്ട് മറിച്ചെന്ന ആരോപണവുമായി K മുരളീധരൻ എത്തിയിരുന്നു. BJPക്ക് CPM വോട്ട് മറിച്ചെന്നാണ് മുരളീധരൻ ആരോപിച്ചത്. പലയിടത്തും ക്രോസ് വോട്ടിംഗ് ഉണ്ടായി. ഗുരുവായൂർ, നാട്ടിക മണ്ഡലങ്ങളിൽ ഇത് പ്രകടമായെന്നും K മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരും BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് പ്രധാന പോരാട്ടം എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായത്. എന്നാൽ പന്ന്യനെ എഴുതിത്തള്ളാനാവില്ലെന്നും അഭിപ്രായമുണ്ടായി. ജനകീയനാണ്, ജനങ്ങളുടെ പൾസറിയുന്ന നേതാവാണ് പന്ന്യൻ. അതുകൊണ്ട് തന്നെയാണ് CPI തിരുവനന്തപുരം സീറ്റ് കൂടി തങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി. 4 തവണ പഴയ അടൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് കൊടിക്കുന്നിൽ ജയിച്ചിട്ടുണ്ട്. മാവേലിക്കരയിലും ഹാട്രിക് വിജയം സ്വന്തമാക്കി. 4ാം തവണയാണ് കൊടിക്കുന്നിൽ ഇവിടെ മത്സരത്തിനിറങ്ങുന്നത്. CPI യുവരക്തത്തെയാണ് മാവേലിക്കരയിൽ ഇറക്കിയത്. CPI ജില്ലാ കൗൺസിൽ അംഗവും AIYF നേതാവുമായ CA അരുൺകുമാറാണ് സ്ഥാനാർത്ഥി. യുവ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടുമെന്ന് തന്നെയാണ് LDFൻ്റെ പ്രതീക്ഷ. മുതിർന്ന CPI നേതാവ് ആനി രാജ മത്സരിക്കുന്ന വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്നും CPI വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPMൻ്റെ വിശകലനം വന്നിരുന്നു. 12 സീറ്റിലെ ജയമാണ് CPMും പ്രതീക്ഷിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ലെന്നും CPM കരുതുന്നു. പ്രചാരണത്തിലൂടെ അതൊക്കെ മറികടക്കാൻ സാധിച്ചെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. വടകരയിൽ CPMന് ആശങ്കയുണ്ട്. CPMൻ്റെ ജനകീയ നേതാവായ ശൈലജ ടീച്ചറാണ് വടകരയിൽ മത്സരിച്ചത്. ഇവിടെ വോട്ട് കച്ചവടം നടന്നു എന്നാണ് CPMൻ്റെ ആശങ്ക. BJP വോട്ട് കോൺഗ്രസ് വാങ്ങിയെന്നാണ് CPM സംശയിക്കുന്നത്. എങ്കിലും വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി. ഫലമറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുവരെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ്.